ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇനിയുള്ള ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ സർക്കാർ ഇപ്പോൾ ഒരു ചെകുത്താനും കടലിലും നടക്കുള്ള അവസ്ഥയിലെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ ആഗ്രഹിച്ചത് സംഭവം പേടിത്തൊണ്ടറാണ്, മുങ്ങിപ്പോയി. പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആഗ്രഹിച്ചിട്ടുണ്ടാകുക ഇവനെ പോലീസ് പിടിച്ചിരുന്നെങ്കിൽ എന്നുള്ളത്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് സർക്കാരിന് അറിയാം. അവൻ അങ്ങനെ ഒരു ധീര രക്തസാക്ഷിയുടെ പരിവേഷം കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഗവൺമെൻറ് ഇവനെ അറസ്റ്റ് ചെയ്യാതിരുന്നത്. കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ കൊടും ക്രിമിനൽ, ഏറ്റവും ക്രൂക്കഡായവൻ, സുഡാപ്പികളുടെ ഏജൻറ്റ്, തീവ്രവാദികളുടെ ഫണ്ടിങ് ഇങ്ങോട്ട് ഒഴുക്കുന്നവൻ, അങ്ങനെയുള്ള ഒരുത്തനാണ്. അവനാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് 1-ാം നമ്പർ പ്രതി. ഇതിനെല്ലാം പോകുന്നല്ലേ ഉള്ളൂ. വിജയരാഘവൻ്റെ ഭാര്യ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, നിയമസഭയിൽ ഇവനെന്തോ പറഞ്ഞപ്പോൾ പൊടയിറക്കാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ബിന്ദു ടീച്ചറെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അംഗീകരിക്കുകയായിരുന്നു. പോടാ ചെറുക്കാമെന്നല്ലായിരുന്നു പറയേണ്ടിയിരുന്നത്. എനിക്ക് ഇക്കാലം വരെയുള്ള രാജ്ഭവൻ ഉണ്ണിത്താൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും ബഹുമാനം തോന്നിയ ഒരു നിമിഷമാണ് ഇന്നത്തെ രാജ്ഭവൻ ഉണ്ണിത്താൻ്റെ പത്രസമ്മേളനം. രാജഭായ് നമസ്കാരമുണ്ട്. നല്ല നമസ്കാരം രാജഭായ്. അതായത് നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പോൾ പിടിക്കുന്നു പറഞ്ഞുകൊണ്ട് കുറേ ദൃശ്യമാധ്യമങ്ങളൊക്കെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ ദൃശ്യമാധ്യമങ്ങളിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഒക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങോട്ട് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് തത്രപ്പെടുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇനിയുള്ള ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും? വനവാസത്തിന് പോകേണ്ടി വരുമോ, അതോ തിരിച്ച് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്ന് ഇവിടെ ഇറങ്ങുമോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ സർക്കാർ ഇപ്പോൾ ഒരു ചെകുത്താനും കടലിലും നടക്കുള്ള അവസ്ഥയിലെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ ആഗ്രഹിച്ചത് സംഭവം പേടിത്തൊണ്ടറാണ്, മുങ്ങിപ്പോയി. പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആഗ്രഹിച്ചിട്ടുണ്ടാകുക ഇവനെ പോലീസ് പിടിച്ചിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പോഴത്തെ ഈ പേടിയിലങ്ങ് പോയി. ഈ ധീരത കാണിക്കുന്ന ആൾക്കാരെല്ലാം ബേസിക്കലി ഇങ്ങനെ നമ്മളത്തെ ചവിട്ടിക്കഴിഞ്ഞാൽ ഓടുന്നവന്മാരാണ്. അവരാണ് ഈ വലിയ ഞങ്ങൾ ധീരന്മാരാണെന്നും പറഞ്ഞ് നടക്കുന്നത്. ധീരതയുള്ളവൻ ഞാൻ ധീരനാണെന്നും പറഞ്ഞ് നടക്കത്തില്ല. ഒന്നാമത്തെ കാര്യം അത്രയേ ഉള്ളൂ. ധീരത കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ആൾബലത്തിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നു, ആവേശം കൊള്ളിക്കുന്നു. ഇവന്മാരൊക്കെ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാന്ന് പറയും. അപ്പം ഇവനെയൊക്കെ ആൻഡമാൻ ജയിലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഷൂ അല്ല ആസനം നക്കി കൊടുക്കുമായിരുന്നു ഇവനെയൊക്കെ. അന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അതിന് മടിക്കത്തില്ല. കാരണം അത്രയ്ക്കുള്ള ഇതേ ഉള്ളൂ. പക്ഷേ ഇവന് പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം, പിടുത്തം കൊടുത്താൽ മതിയായിരുന്നു, MLA ഓഫീസിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു വീരപരിവേഷം കിട്ടുമായിരുന്നു എന്നുള്ളത് തോന്നലുണ്ട്. പക്ഷേ ഇപ്പോൾ എന്നിങ്ങനെയിട്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ പോകാൻ പറ്റുമോ? മുങ്ങിയ ഒരുത്തൻ ഇനിയിപ്പോൾ പോയിട്ട് ഹാജരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീരപരിവേഷവും കിട്ടാനില്ല. അല്ല, മുങ്ങൽ എന്നുള്ള ചാപ്പ അവിടെ ചാർത്തി കിട്ടിക്കഴിഞ്ഞല്ലോ. അതെ, അവിടെ രാഹുൽ മാങ്കൂട്ടം മുങ്ങി. അതൊരു യാഥാർത്ഥ്യമാണ്, ഒളിവിൽ പോയി, അതൊരു സത്യമാണ്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ലെറ്റ് മീ കൺക്ലൂഡ് പ്ലീസ്. അതായത് മുങ്ങിയ ഒരുത്തൻ ഇനി രണ്ടാമത് പോലീസ് സ്റ്റേഷന് മുമ്പോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പിടുത്തം കൊടുത്തു കഴിഞ്ഞാൽ അത് വെറും നാടകമാണെന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പം ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയായി. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് സർക്കാരിന് അറിയാം. അവൻ അങ്ങനെ ഒരു ധീര രക്തസാക്ഷിയുടെ പരിവേഷം കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഗവൺമെൻറ് ഇവനെ അറസ്റ്റ് ചെയ്യാതിരുന്നത്. പക്ഷേ ഗവൺമെൻറ് പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടായത്, അടിയന്തിരമായി അവൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് ബുധനാഴ്ചത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തത് സർക്കാരിനും ഒരു പ്രശ്നമാണ്. ഈ 2 ദിവസം പോലീസിനായിട്ടിലാക്കി നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ വിഷയം വരുമ്പോൾ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കെ മുരളീധരൻ എന്ന് പറഞ്ഞേക്കുന്നത് എന്താ, സംഘടനയുടെ ഒരു വേദിയിലും ഒരു പരിപാടിയിലും അവനെ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്നാണ്. മറ്റേതെന്തായിരുന്നു, നോമിനേഷൻ കൊടുക്കുന്നിടത്ത് പോകുന്നു, സീനുണ്ടാക്കുന്നു, ബാക്കിയുള്ളതാവുന്നു, വീട് കയറുന്നു, എല്ലാ പരിപാടിക്കും ഇനിയും അത്തരം പരിപാടിക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളത് പറഞ്ഞു. രാജ്ഭവൻ ഉണ്ണിത്താൻ ഒരു പടി കയറി പറഞ്ഞു. ഇവർ കുറേ നാളായിട്ട് നമ്മളെയൊക്കെ സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുക. നമ്മളെ മാത്രമല്ല, എൻ്റെയൊക്കെ മരിച്ചുപോയ പപ്പായും മമ്മിയും പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഞാൻ മറുപടിയും പറയുന്നില്ല. രാജ്ഭവൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. രാജ്ഭവൻ ഉണ്ണിത്താൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്, വേറെയും കേസുകളുണ്ട്, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. രാജ്ഭവൻ ഉണ്ണിത്താൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, CB 2004 മുരളിയായിട്ട് വെള്ളം കുടിപ്പിച്ച ആളാണ് രാജ്ഭവൻ ഉണ്ണിത്താൻ. രാജ്ഭവൻ ഉണ്ണിത്താൻ അങ്ങോട്ട് തുറന്നാവുണ്ടല്ലോ, ഇങ്ങനെ ഒരു രക്ഷയില്ല. അത് രാജ്ഭവൻ ഉണ്ണിത്താൻ്റെ അടുത്തും സ്റ്റഫുണ്ട്, നമ്മളടുത്തുള്ള സ്റ്റഫ് പോലെ തന്നെ പുള്ളിയുടെ അടുത്തും കുറേയൊക്കെ കിട്ടിക്കാണുമല്ലോ. കോൺഗ്രസ് കൊണ്ട് കൊടുത്തു കാണുമല്ലോ. ഞാൻ വാക്കി എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി എന്നെ അറ്റാക്ക് ചെയ്യാൻ നിന്നാൽ വാക്കി പറയുമെന്നാണ് പറഞ്ഞേക്കുന്നത്. മിണ്ടാട്ടം ഇല്ലല്ലോ. എന്താ ഹെഡ് മാഷ് എന്താ മിണ്ടാത്തേ? ഹെഡ് മാഷാണല്ലോ പിന്നെ പൊക്കിക്കൊണ്ട് കിടന്നേ. ഹെഡ് മാഷ് എന്ന് പറഞ്ഞവനാണ് ഇതിലെ ഏറ്റവും വൃത്തികെട്ടവൻ. കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ വൃത്തികെട്ടവൻ. അവനെ വളർത്തിക്കൊണ്ടുവന്ന, അവനെ പാലൂട്ടി വളർത്തിയ, അവന് KS-ന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് റിക്രൂട്ട് ചെയ്ത PT തോമസിൻ്റെ ഭാര്യ ഉമാ തോമസ് കലൂർ സ്റ്റേഡിയത്തിൽ വീണപ്പോൾ ചത്തുപോയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് സൈബർ ടീമിനെ കൊണ്ട് എഴുതിപ്പിച്ചവനാണ് ഈ വൃത്തികെട്ട ഹെഡ് മാഷ്. അതേപോലെ തന്നെ അവനെ വളർത്തിക്കൊണ്ടുവന്ന, അവനെ ചെറിയ പ്രായത്തിൽ MLA ആക്കിയ, എല്ലാ രീതിയിലും വളർത്തിക്കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയുടെ മോനെതിരെ പാരപണിതവനാണ് ഇവൻ. ഉമ്മൻചാണ്ടി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ മറ്റൊരു MLA ഇവൻ വിളിച്ചിട്ട് പറയുന്നത്, ആ MLA ഉമ്മൻചാണ്ടിയെ കേൾപ്പിക്കുക ലൗഡ് സ്പീക്കറിലിട്ട്,
ഇനിയിപ്പോൾ നമ്മൾ പുള്ളിയുടെ കൂടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടേതായ വേറെ വഴി നോക്കി പോകണം, പുള്ളിയുടെ കഥ കഴിയാനായെന്ന്. അന്ന് ഈ മനുഷ്യൻ കരഞ്ഞു, അറിയോ? അപ്പോൾ ഇപ്പോൾ ഇത്രത്തോളം വൃത്തികേട് കാണിച്ച വളർത്തിക്കൊണ്ടുവന്ന തങ്ങളെന്ന് BHK തങ്ങളെ ചതിച്ചവൻ, അങ്ങനെയുള്ള വൃത്തികെട്ട ഒരുത്തൻ, കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ കൊടും ക്രിമിനൽ, ഏറ്റവും ക്രൂക്കഡായവൻ, സുഡാപ്പികളുടെ ഏജന്റ്, തീവ്രവാദികളുടെ ഫണ്ടിങ് ഇങ്ങോട്ട് ഒഴുക്കുന്നവൻ, അങ്ങനെയുള്ള ഒരുത്തനാണ്. അവനാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് 1-ാം നമ്പർ പ്രതി. ഇതിനെല്ലാം അനുഭവിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അവനെതിരെയുള്ള സാധനവും വരുമല്ലോ. നമ്മൾ പറഞ്ഞെങ്കിൽ പറഞ്ഞ് ചെയ്യും. അതിപ്പോൾ ഹെഡ് മാഷ് മനസ്സിലാക്കിക്കോ. നമ്മൾ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും, പറഞ്ഞത് ചെയ്യും. നീയെന്ന് നമ്മളെ തീർത്താലും അത് പുറത്തു വരും. രണ്ടാമത്തെ കാര്യം, ഇതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഉണ്ണിത്താൻ അത്രയും സ്ട്രോങ്ങിലാണ് പറഞ്ഞേക്കുന്നത്. ചലഞ്ച് ചെയ്തേക്കാ ഇനിയും വേണ്ടിയിട്ടുണ്ടെങ്കിൽ വിവരം അറിയുന്ന പറഞ്ഞേക്കുന്നത്. വാ തുറന്നോ, ഹെഡ് മാഷ് വാ തുറന്നോ. മറ്റോപ്പോൾ പിന്നെ വാ തുറക്കാൻ പറ്റാത്ത ഇരിക്കുന്നതെന്ന് പറയാം. മൊബൈൽ ഫോണും ഓഫാക്കി, എല്ലാം ഓഫാക്കി. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കുറേ പെൺപിള്ളേർക്ക് ഇപ്പോൾ സ്വസ്ഥതയുണ്ട്. ഇപ്പോൾ വാട്സപ്പിലെ മെസ്സേജും ഫേസ്ബുക്കിലെ മെസ്സേജും പിന്നെ ഗൂഗിൾ പേ വഴി വരെ മെസ്സേജ് ചെയ്യാമെന്ന്. ചില പെൺകുട്ടികൾക്ക് ആശ്വാസമാകുമ്പോൾ മറ്റു ചില ആന്റിമാർക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു. കുറേ ആന്റിമാർക്കുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്തൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കുന്ന കുറേ ആന്റിമാരുണ്ട്. അതെന്ന് വെച്ചാൽ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തരം വീരാരാധന ഇവനോടുണ്ട് എന്ന് ആളുകൾ ആരോപിക്കുന്നുണ്ട്. ആ ആരോപണം ശരിയല്ല എന്നൊന്നും പറഞ്ഞ് സമർത്ഥിക്കാൻ എനിക്ക് പോലും കഴിയുന്നില്ല. ഞാനത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ എന്തിനാ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഈ ആൻറ്റിമാരെ കഥയൊക്കെ വിട്ടു നിൽക്കുക. ഈ ആൻറ്റിമാർക്ക് പിന്നെ എനിക്കറിയത്തില്ല, ഈ ആൻറ്റിമാർക്ക് ഒരുപക്ഷെ പുതിയ കാലത്തെ സംവിധാനങ്ങളെക്കുറിച്ച് അറിയാത്തതുകൊണ്ടായിരിക്കും, ഡേറ്റിംഗ് ആപ്പ് ഒന്നും അറിയാത്തതുകൊണ്ടായിരിക്കും. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടത് ഇപ്പം മുരളീധരൻ്റെ സ്റ്റാൻഡ്, പിന്നെ ഉണ്ണിത്താൻ്റെ സ്റ്റാൻഡ്, പക്ഷേ ഇതിൽ ഏറ്റവും ആദ്യം എടുത്ത സ്റ്റാൻഡ് അത് VD സതീഷിൻ്റെയാണ്. അഭിപ്രായം ഇരുമ്പലക്കയല്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് രാഷ്ട്രീയത്തിൽ. അഭിപ്രായം ഇരുമ്പലക്കയാണ് എന്ന് തെളിയിച്ച കേരള രാഷ്ട്രീയത്തിലെ ഒരാളാണ് VD സതീശൻ. അങ്ങനെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് VS അച്യുതാനന്ദനെ പോലെയും പിണറായി വിജയനെ പോലെയുള്ള ആൾക്കാരാണ്, ഉമ്മൻചാണ്ടിയും ഒക്കെ. ആ പറഞ്ഞ അവരുടെ അതേ റേഞ്ചിൽ നിൽക്കുന്ന ഒരാളായിട്ട് VD സതീശനകത്ത് മാറി. അഭിപ്രായം ഇരുമ്പലൊക്കെയാണെന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു. വിട്ടുവീഴ്ചയില്ല. ഈ വിഷയത്തിനകത്ത് ആദ്യം തൊട്ട് എനിക്ക് ബോധ്യമുണ്ട് എന്നാ പറഞ്ഞത്. എനിക്ക് ബോധ്യമുണ്ട്. ഇന്നലെ സണ്ണി വക്കീൽ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. ഞങ്ങളെല്ലാവരും തമ്മിൽ ആലോചിച്ചു. ഞങ്ങൾ കോൺഫറൻസ് കോൾ ഇട്ട് വിളിക്കാനാണ് നോക്കിയത്. കോൺഫറൻസ് കോൾ ഇട്ട് വിളിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് റേഞ്ചിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഇരുട്ടിയിലെ അവസ്ഥ അറിയാമല്ലോ, മലയോര പ്രദേശമാണ് കണ്ണൂർ ജില്ലയിലെ. അപ്പം റേഞ്ചിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് പക്ഷേ ഞാനും സതീഷനും എല്ലാവരുമായിട്ട് സംസാരിച്ചു. ഏകാഭിപ്രായമായിരുന്നു എന്ന് സണ്ണി വക്കീൽ പറഞ്ഞു. കെ സുധാകരൻ പക്ഷെ അറിഞ്ഞിട്ടില്ലെന്നാ പറയുന്നത്. കെ സുധാകരൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അറിയത്തില്ലെന്ന്, അതിൻ്റെ കഥ വേറെയുണ്ട്. അല്ല, കെ സുധാകരൻ മുഖ്യമന്ത്രി ആകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വിശദമായിട്ട് വേറെ കഥയായിട്ട് പറയാം. അങ്ങനെയുള്ള മോഹനസുന്ദര വാഗ്ദാനങ്ങൾ, അങ്ങനെ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളും ഡീറ്റെയിൽസും ഒക്കെ എൻ്റെ അടുത്തുണ്ട്. ഇതിനകത്ത് പറഞ്ഞല്ലോ, അറബിക്കടലിൽ എരമ്പി വന്നാലും എൻ്റെ നിലപാട് മാറില്ല എന്നാണ് പറഞ്ഞത്. രമേശ് ചെന്നിത്തല വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു. ഈ ആലോചിച്ച് നോക്കിയാൽ എനിക്കെതിരെ എത്ര സൈബർ അറ്റാക്ക് ഉണ്ടായി. സിബിക്കെതിരെ ഉണ്ടായി. സിബിയുടെ കുഞ്ഞുങ്ങളെ കൊല്ലുമെന്നാണ് പറഞ്ഞത് അല്ലേ? എനിക്കെതിരെ നിന്നെ കാണിച്ചു തരാം, 6 മാസം കഴിയുമ്പോൾ സർക്കാർ മാറുമെന്ന്. 6 മാസം കഴിഞ്ഞാൽ യുവന്മാരങ്ങ് ആവുമെന്നാണ് എഴുതിയേക്കുന്നത്. 6 മാസം കഴിഞ്ഞാൽ LDF വന്നു കഴിഞ്ഞാൽ അന്തസ്സുള്ള സർക്കാർ വരും. UDF വന്നു കഴിഞ്ഞാലും അന്തസ്സുള്ള ആൾക്കാർ മാത്രമേ ഇനി മന്ത്രിസഭയിൽ ഉണ്ടാവുള്ളൂ. ഇമാതിരി പരമനാറികളാ മന്ത്രിസഭയ്ക്കകത്ത് കയറിയിരിക്കത്തില്ല. UDF വന്നാലും LDF വന്നാലും മാന്യമായൊരു സർക്കാർ ഉണ്ടാവുന്ന സ്ഥിതി ഉണ്ടായി. മറ്റേത് നമുക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്നൊരു പേടി UDF അഥവാ വന്നു കഴിഞ്ഞാൽ ഇമാതിരി പിന്നെ സാമൂഹ്യ വിരുദ്ധർ കയറി ഭരിക്കുമല്ലോ എന്നുള്ളതായിരുന്നു. ക്രിമിനൽസ് മന്ത്രിയുടെ ഓഫീസിൽ ഒരാവശ്യത്തിന് ആവലാതിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും സ്ത്രീകൾക്ക് കയറി പോകാൻ പറ്റുമായിരുന്നോ? ഒരു മന്ത്രിയുടെ ഓഫീസിനകത്ത് പിന്നെ ഒരു ബെഡും കൂടെ കൊണ്ടുവന്നിട്ടേണ്ട അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നോ? അത്രയും വൃത്തികെട്ട അവസ്ഥയിലേക്കല്ലേ പോയത്. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 1 മാസം ഇങ്ങനെ നിന്നപ്പോൾ ഇവനൊരു പശ്ചാത്താപമൊക്കെ ഉണ്ടാവുന്ന, വീട്ടിൽ ഇരുന്ന് ഒരു കുറ്റബോധമൊക്കെ ഉണ്ടാവുന്ന, റെക്ടിഫൈ ചെയ്യുന്ന, ഞാൻ ഇവനുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചതുവാ. അത് രാജ്മോഹൻ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ ഈ 1 മാസത്തിനുള്ളിൽ ആ പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടി ഇത്രയും പ്രകോപിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുണ്ടെ പരാതി കൊടുത്തിരിക്കുന്നത്. വളരെ മാന്യമായിട്ട് കോൺഗ്രസിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സസ്പെൻഷൻ, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്, അതൊക്കെ കൃത്യമായി അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ആ മണ്ഡലം നോക്കി നടന്നിരുന്നെങ്കിൽ യാതൊരു പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു. പിന്നെ വീണ്ടും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാവാനും വീണ്ടും പാലക്കാട് മത്സരിക്കാനും വീണ്ടും മന്ത്രിയാവാനും ഒക്കെയുള്ള ആഗ്രഹവുമായിട്ട് കുറേ സിനിമാ നടിമാരെയും കുറേ സിനിമാ നടന്മാരെയും ഒക്കെ കൊണ്ടുവന്ന് ഒരു PR സിനിമാ നടന്മാരെയൊന്നും കൊണ്ടുവന്നില്ല. ആസിഫ് അലിയെ കൊണ്ടുവന്നില്ല. ആസിഫ് അലി ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഇപ്പം ഈ ഹജ്ജിന് പോകുമ്പോൾ ആൾക്കാർ എത്ര വലിയ തെറ്റ് ചെയ്തോ ബാക്കിയുള്ളവരൊക്കെ ആണെന്ന് നോക്കിക്കുക. ഞങ്ങളെ നാട്ടിൻ പുറത്തൊക്കെ ഹജ്ജിന് പോകുന്ന സമയത്ത് ആൾക്കാർ എല്ലാ വീടുകളിലും പോകും. എൻ്റെ അടുത്ത് നിങ്ങളുമായിട്ട് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണമെന്ന് പറയും. അതാണ് മനുഷ്യൻ്റെ മാനസാന്തരം എന്ന് പറയുന്നത്. ഞാൻ ഹജ്ജിന് പോകുമ്പം പൊരുത്തപ്പെടണമെന്ന് പറയും. നിങ്ങൾ എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു വിശുദ്ധ കർമ്മത്തിന് പോവുക. അപ്പോൾ ഇവൻ തെറ്റ് തിരുത്താനുള്ള മാനസികാവസ്ഥയല്ല. 1 മാസം കൊണ്ട് ഇരുന്ന് എനിക്കിങ്ങനെ അബദ്ധം പറ്റിപ്പോയല്ലോ, ദൈവമേ ഞാനിത് ആവർത്തിക്കത്തില്ല, ഞാൻ പുതിയ മനുഷ്യനാവും എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇവൻ
അടുത്ത കുരുട്ടുബുദ്ധി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മാസം ഇരുന്നിട്ട്. പാരസിറ്റാമോളും കഴിച്ചിട്ട് കുരുട്ടുബുദ്ധി. പാരസിറ്റാമോൾ കഴിച്ചാൽ ഇങ്ങനത്തെ ബുദ്ധി കിട്ടുമെന്നുള്ളത് എനിക്ക് ആദ്യമായിട്ട് സിട്രസ് അല്ല അലർജിക്കുള്ള സിട്രസ്. എന്തായാലും ഞാൻ എന്തായാലും ഈ 2 സാധനം എന്തായാലും മേടിച്ച് കഴിക്കാൻ തീരുമാനിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇനി പിള്ളേർക്ക് ബ്രഹ്മിക്ക് പകരം ഇത് കൊടുക്കണം, കാരണം ഇത് ബുദ്ധി കൂട്ടുമെന്നുള്ളത് മനസ്സിലായി. പക്ഷേ അതിബുദ്ധിയായിപ്പോയി, അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വയനാട് ഫണ്ട് ഇപ്പോൾ വക്കീലിന് ഫീസ് കൊടുക്കുക, വക്കീൽ തിന്നുക. അതായത് വയനാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി പിരിച്ച പൈസ ഇവൻ്റെ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് ആപ്ലിക്കേഷൻ കൊടുക്കാനും ബാക്കിയുള്ളതിനും വക്കീലിന് കൊടുത്തുകൊണ്ടിരിക്കുക. അതായത് ഇവൻ പാവങ്ങൾക്ക് വേണ്ടി പിരിച്ച പൈസ കേസ് നടത്താൻ വക്കീലിന്, ഇവന് പകരം ഇവൻ കൊണ്ടുവന്നിട്ടുള്ള ഇപ്പോഴത്തെ ഊത്തൻ്റെ പ്രസിഡന്റ് കേസ് നടത്താൻ വേണ്ടി പിരിച്ച പൈസ അവൻ തന്നെത്താൻ പുട്ടടിച്ചു. ഏത് പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാർ തൃശ്ശൂർ ജില്ലയിൽ സമരം നടത്തിയവരെ കേസ് നടത്താമെന്നും പറഞ്ഞ് പിരിച്ച 18 ലക്ഷം രൂപയോളം അവൻ പുട്ടടിച്ചു. പിന്നെ ജാമ്യത്തിൻ്റെ കാര്യം, അവന് ചിലപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയെന്ന് വരും. അത് ജഡ്ജിയുടെ വിവേചനാധികാരത്തിനനുസരിച്ചിരിക്കും. ഇതിനകത്ത് ഞാൻ 2 സാധ്യതകളാണ് കാണുന്നത്. നിലവിലുള്ള സ്ഥിതി വെച്ചിട്ട് അവന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പത്രം വായിക്കുകയും TV കാണുകയും ചെയ്യുന്ന ഒരു ജഡ്ജിയുടെ മുമ്പിലാണ് ഈ കേസ് വരുന്നതെന്നുണ്ടെങ്കിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമുക്കറിയാം. കൃഷ്ണപ്രിയ എന്ന് പറയുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്ന മുഹമ്മദ് കോയ എന്ന ആ കേസിലെ പ്രതിയെ വെടിവെച്ച് കൊന്ന ആ കുട്ടിയുടെ അച്ഛൻ ശങ്കരനാരായണനെ കോടതി വെറുതെ വിട്ടത് ഇയാൾ കൊന്നു എന്നുള്ളത് അറിയാഞ്ഞിട്ടൊന്നുമല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂപ്പ് വെച്ച് വെറുതെ വിട്ടു. അത് മനുഷ്യത്വം പരമായിട്ടുള്ള സമീപനമാണ്. അല്ല, ഇതിനകത്ത് രാഹുലിന് ജാമ്യം കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ രാഹുലിനെ കൊണ്ട് പോലീസിന് സംഭവ സ്ഥലത്ത് പോകേണ്ടതുണ്ട്, തെളിവെടുക്കേണ്ടതുണ്ട്. അത് പോലീസ് കസ്റ്റഡി ഈ ഒരു കേസിൽ ആവശ്യമാണ്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഒരു ജാമ്യം കൊടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല. നിസ്സാരമായിട്ടുള്ളൊരു ഒഫൻസ് അല്ല. കാരണം ഇപ്പോൾ ഡോക്ടർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെ മൊഴിയും അതോടൊപ്പം തന്നെ ചികിത്സിച്ച് ഡോക്ടറുടെ മൊഴിയും വെച്ച് ഒക്കെ നോക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് രാഹുലിന് ഉറപ്പായിട്ടും പോലീസ് കസ്റ്റഡി കിട്ടേണ്ടതുണ്ട്, തെളിവെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്, ഫോൺ രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല, അങ്ങനെയല്ല സിബി, ഞാൻ പറഞ്ഞ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 2-3 ദിവസത്തേക്കുള്ള കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കുന്നതും റിമാൻഡിലേക്ക് ആക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജാമ്യം ഉടനെ വീണ്ടും പരിഗണിക്കാൻ ഉള്ള സാധ്യത ഇല്ലാത്ത രീതിയിലേക്ക് കുറച്ചുകൂടെ ടൈറ്റ് ആക്കാവുന്ന രീതിയിലേക്കുള്ള ജഡ്ജ്മെന്റ് വരുമെന്നുള്ളതാണ്. അതാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതാണ്. കാരണം പിന്നെ തെളിവ് നശിപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ഇവൻ്റെ ഭാഗത്ത് നടക്കും. ഫോൺ മിസ്സിംഗ് ആയി, നഷ്ടപ്പെട്ടു, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോടതിയിൽ സീൽഡ് ചെയ്ത കവറിൽ കുറേ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്കിലും ടെലിഫോൺ നഷ്ടപ്പെട്ടു എന്നൊന്നും ഇനി പറയാൻ പറ്റത്തൊന്നുമില്ല. ഇതിനകത്ത് ഇവൻ പറയുന്നത് ആ പെൺകുട്ടി ഇത് റെക്കോർഡ് ചെയ്തു, അതായത് അപ്പോൾ ഇവനെ ട്രാപ്പിലാക്കാനായിരുന്നു എന്നുള്ളതാണ്. ട്രാപ്പിലാക്കാനല്ല, എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാ. ആ പെൺകുട്ടി ആദ്യഘട്ടത്തിലുള്ള ഇവനുമായിട്ടുള്ള ഒരു കൺവെർസേഷൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്നത് ഇവൻ ആ കുട്ടിയെ ചതിക്കുകയാണ് എന്നെടുത്ത് സ്മെല്ലടിച്ചപ്പം പ്രിക്കോഷൻ എടുത്തു, ആ കുട്ടി മുൻകരുതലുകൾ എടുത്തു. കാരണം ഇവൻ എന്നെ ചതിച്ചാൽ തിരിച്ചു പണി കൊടുക്കേണ്ടി വരും എന്നുള്ളത്. കാരണം അത് ആരാണെങ്കിലും ചെയ്തു പോകുന്നേ, ഏത് മനുഷ്യനും. ഞാനാണെങ്കിൽ ചെയ്യും. ഇപ്പോൾ സിബി ഞാനും തമ്മിൽ നമ്മൾ എത്രയോ ഓപ്പണായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു. പക്ഷേ സിബി എന്നെ ചീറ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങും. അത് കാരണം എനിക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് പുൾ ഔട്ട് ചെയ്യും ഞാൻ ആ സമയത്ത്. അത് തന്നെ ആ കുട്ടി എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇവൻ അത് വെച്ചിട്ടാണ് ഇപ്പം പ്ലാൻഡ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നത്. മറ്റവൻ പറഞ്ഞത് എന്തുവാ, കല്യാണം കഴിഞ്ഞത് അറിഞ്ഞില്ല. ഇപ്പോൾ ഇവൻ കൊടുത്തേക്കുന്ന ജാമ്യാപേക്ഷയിൽ വിവാഹിതയായിരുന്നു, അതിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവനെന്താ കുടുംബ കോടതി ജഡ്ജിയോ? ഞാൻ ചോദിക്കുകയല്ല, വള്ളി തല കിട്ടിയ ആളുടെ കാര്യമാണ്. അതെ, ലാസ്റ്റിക്ക് തല കിട്ടിയ. ഇന്നലെ തന്നെ പറഞ്ഞ കാര്യമായതുകൊണ്ട് ആവർത്തിച്ച് പ്രേക്ഷകരെ ബോറടിപ്പിക്കുന്നില്ല. രാഹുൽ ഈശ്വരൻ ഇവൻ കൊടുത്തേക്കുന്ന ജാമ്യാപേക്ഷയിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അരക്ഷിതാവസ്ഥയുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരുപാട് കുടുംബ പ്രശ്നങ്ങളുണ്ടെന്നേ. കുടുംബ കോടതിയൊന്നും വേണ്ട, കുടുംബ കോടതി എല്ലാം പിരിച്ചുവിട്ട് കുടുംബ പ്രശ്നങ്ങളുള്ള, ദാമ്പത്യത്തിൽ വിഷയങ്ങളുള്ള സ്ത്രീകളുടെ എല്ലാം ഇവനെ അങ്ങ് ഏറ്റെടുപ്പിക്കുക. ഇവനെ കുടുംബ കോടതിയും വേണ്ട, കുടുംബ കോടതി ജഡ്ജിയും വേണ്ടത് സർക്കാരിന് ചിലവ് ലാഭമല്ലേ, കേസ് വക്കീലിന് ഫീസും കൊടുക്കണ്ട. അങ്ങനെയുള്ള സ്ത്രീകളെ എല്ലാ കാര്യങ്ങളും ഇവൻ അങ്ങ് ഏറ്റെടുക്കട്ടെ, ഇവനെ ആ പണിയേൽപ്പിക്കുക. എന്ത് ഊളത്തരം ഇവനൊക്കെ പറയുന്നതെന്നുള്ളതാണ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം, പണ്ട് നിയമസഭയ്ക്കകത്ത് നമ്മുടെ ബിന്ദു ടീച്ചർ, മന്ത്രി ബിന്ദു, നമ്മളെ വിജയരാഘവൻ്റെ ഭാര്യ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, നിയമസഭയിൽ ഇവനെന്തോ പറഞ്ഞപ്പോൾ പൊട ഇറക്കാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ബിന്ദു ടീച്ചറെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അംഗീകരിക്കുകയായിരുന്നു. പോടാ ചെറുക്കാന്നല്ലായിരുന്നു പറയേണ്ടിയിരുന്നത്. പോടാ പട്ടി എന്ന് പറഞ്ഞാൽ പട്ടികൾക്ക് മലയാളം അറിയെങ്കിൽ പട്ടികൾ ടീച്ചർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നുള്ളതുകൊണ്ടാണ് പോടാ ഇറക്കാമെന്ന് പറഞ്ഞത്. അത്രേ ഉള്ളൂ ഇവൻ, അത്രേ ഉള്ളൂ, അതിന് മാത്രമേ ഉള്ളൂ. ഇവന് എൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ പരിശോധന നടന്ന സമയത്ത് അപ്പൻ്റെ പ്രായമുള്ള പോലീസുകാരനോട് നിനക്കുള്ള പാരിതോഷികം ഞാൻ വെച്ചിട്ടുണ്ടാകുന്നു. അതേ പോലീസുകാർ ഇപ്പോൾ അവനുള്ള പാരിതോഷികം വെച്ചുകൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്കണം. അവരെ മുമ്പിൽ ഇവൻ
പിന്നെ MLA പ്രോട്ടോകോൾ പ്രകാരം വലിയ സ്ഥാനത്തിരിക്കുന്നവനാ, അവന് സാധാ കോൺസ്റ്റബിളിന്റെ മുമ്പിലും പോയിട്ട് നിൽക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് അവൻ എത്തുക. രണ്ടാമത്തെ ഒരു കാര്യം, പാലക്കാട് നിന്ന് ചെയ്തു ഇവിടുന്ന് ചെയ്തു എന്നൊക്കെ പറയുന്നതാണ് ഇവര് ഇപ്പം ന്യായീകരിക്കുന്നത്. അത് പോയിട്ടല്ലേ എന്ന്. ഒരിക്കൽ ട്രാപ്പിൽ പെടുകയും വീഡിയോസ് എടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇമോഷണലി അറ്റാച്ച്ഡ് ആകുകയും ചെയ്യുമ്പം ചതിക്കത്തില്ല, ഞാൻ കെട്ടിക്കോളാം എന്ന് പിന്നെയും പറയുമ്പോൾ പോകും. അത് സ്ത്രീകളുടെ ഒരവസ്ഥയാണ്. പുരുഷനെയും സ്ത്രീയെയും ക്രിയേറ്റ് ചെയ്തേക്കുന്ന രണ്ട് രീതിയിലാണ്. ഇമോഷണലി അറ്റാച്ച്ഡ് ആവണം അവർക്ക്, അതൊരു സൈക്കോളജിയാണ്, പുരുഷൻ്റെ മാതിരിയല്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആണ് എന്ന് ആളുകൾ കരുതുന്ന ചില അമ്മായിമാർ ഇവനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ ആ അമ്മായിമാർ സമൂഹത്തിൻ്റെ മുമ്പിൽ മോശക്കാരായി തീരുമെന്ന തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നത് നല്ലതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ഇവൻ്റെ ഈ തെറി വിളിക്കുന്ന കൂട്ടമുണ്ടല്ലോ, കടന്നൽ കൂട്ടം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രകാരം വരുന്നത് നമുക്ക് ഒന്നും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതും ഇനിയിപ്പോൾ നിർത്തേണ്ടി വരും. കാരണം രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത് AI ആണോ ഒറിജിനലാണോ എന്നൊന്നും അറിയത്തില്ല. രാജ്മോഹൻ ഉണ്ണിത്താനെ ഇനിയിപ്പോൾ ആരെങ്കിലും ഇതിനായിട്ട് കമൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പത്രസമ്മേളനം വിളിച്ചിട്ട് ഇവനെ അങ്ങ് വലിച്ചു കയറും. പുള്ളി ഇതാ പറഞ്ഞേ, എനിക്കൊന്നും നോക്കാനില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ പുള്ളിയെ പിന്നെ ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ഒരു കാര്യം തീരുമാനിച്ചാൽ തടയാൻ പറ്റത്തില്ല രാജ്മോഹൻ ഉണ്ണിത്താനെ. എനിക്ക് ഇക്കാലം വരെയുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും ബഹുമാനം തോന്നിയ ഒരു നിമിഷമാണ് ഇന്നത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പത്രസമ്മേളനം. അദ്ദേഹത്തിന് കാരണം സതീശൻ ആദ്യം തൊട്ടെടുത്തിട്ടുള്ള നിലപാട്, ചെന്നിത്തല എടുത്ത നിലപാട്, അതിനുശേഷം മുരളീധരൻ എടുത്ത നിലപാട്, നന്നായിട്ട് കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടു കഴിഞ്ഞപ്പോൾ സണ്ണി വക്കീൽ എല്ലാ സത്യങ്ങളും തുറന്ന്, ഇത് 2 ആഴ്ച മുമ്പേ സണ്ണി വക്കീൽ പറയുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഞങ്ങളെ കളക്റ്റീവ് ഒപ്പീനിയൻ ആണെന്ന് പറയുകയാണെങ്കിൽ. എന്തായിരുന്നാലും വൈകിയാണെങ്കിലും അദ്ദേഹത്തിനും വിവേകമുണ്ടായി. രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങോട്ട് വലിച്ച് കീറി ശരിയാക്കി ഇങ്ങോട്ട് നിന്റെ പരിപ്പ് എടുക്കുമെന്നാണ് പറഞ്ഞത്. മര്യാദയ്ക്കോടെ ഉണ്ടായിരുന്നോളാനാണ് പറഞ്ഞേക്കുന്നത്. അത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളാരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ ബാക്കി പണി ഏറ്റെടുക്കുമെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്.